മധുരമനോഹരമോഹം എന്നുള്ള സൂപ്പർ ഹിറ്റ് മൂവിക്ക് ശേഷം ചെയ്യുന്ന മൂവിയാണ് നാളെ റിലീസ് ആകാൻ പോകുന്ന ബുള്ളറ്റ് ഡയറീസ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, I invite, okay, let us all together invite. So let me invite Prema Martin onto the stage, ladies and gentlemen. നിശബ്ദ വരാന്ത, മാലാകക്കുളം, മുല്ലപ്പന്തൽ, സൗഹൃദവും പ്രണയവും ഒരുപോലെ നിലനിൽക്കുന്ന ഇടമാണ് മഹാരാജാസ് കോളേജ്. ഇതറിയാവുന്ന കാര്യമില്ല. തൊട്ടപ്പുറത്തുള്ള ലോ കോളേജിൻ്റെ അപ്പുറത്തുള്ള സെയിൻറ്റ് തെരേസസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഡിഗ്രിയും PG തന്നെയാണ് പഠിച്ച 5 വർഷവും, ഡിഗ്രിക്ക് 3 വർഷം, PGക്ക് 2 വർഷമായിട്ടാണ് ഞാൻ സെയിൻറ്റ് തെരേസസിൽ പഠിച്ചത്. പഠിച്ച 5 വർഷവും മഹാരാജാസ് കോളേജിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അവിടെ പഠിക്കുന്നതുകൊണ്ട് രണ്ടിടത്തായിട്ട് നമുക്ക് ഒരേ സമയത്ത് പഠിക്കാൻ പറ്റില്ലല്ലോ. ലോ കോളേജിൽ പഠിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഈ സെയിം കാരണം മൂലം നമുക്ക് ലോ കോളേജിൽ എനിക്ക് പോകാൻ പറ്റിയില്ല, മഹാരാജാസിൽ എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ എല്ലാ യുവജനോത്സവത്തിനും ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് തരാതെ ഫസ്റ്റ് പ്രൈസ് നിരന്തരം കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയിരുന്ന ഒരേ ഒരു കോളേജായിരുന്നു മഹാരാജാസ്. സെയിൻറ്റ് തെരേസസ് കോളേജ് അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്ത്രീകൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജായിരുന്നു. എത്രത്തോളം ബോറിംഗ് ആയിരിക്കും അവിടുത്തെ ആ ഒരു കോളേജ് എക്സ്പീരിയൻസ് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മഹാരാജാസിലേക്കോ ലോ കോളേജിലേക്കോ വരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ വർഷങ്ങളൊന്നും നടന്നില്ല. ഒരുപാട് കലാകാരന്മാർ പഠിച്ചിറങ്ങിയ കോളേജാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്ക തൊട്ട് ദിലീപ്, അങ്ങനെ രാജീവ് രവി, ഒരുപാട് പേരുകളാണ്. അപ്പം ഇത്രയും എന്താ പറയുക ഹിസ്റ്ററി ഉള്ള കോളേജിലേക്ക് എനിക്ക് എപ്പോഴെങ്കിലും ബുള്ളറ്റ് ഡയറീസ് എന്ന് പറയുന്ന സന്തോഷം സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എത്താൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. മഹാരാജാസിലെ എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ സിനിമ റിലീസാകുവാണ് ഈ 15-ന്, വിച്ച് ഇസ് ടുമോറോ. അപ്പം സമയം കിട്ടുന്നത് പോലെ നിങ്ങളെല്ലാവരും തിയേറ്റേഴ്സിൽ വന്ന് സിനിമ കാണണം. സന്തോഷേട്ടൻ്റെ 2ാമത്തെ ചിത്രമാണിത്. ആദ്യത്തെ ചിത്രം പനി. ആ ചിത്രം ഒരുപാട് ക്രിറ്റിക്കലി എക്ലെയിംഡ് ആയിട്ടുള്ളൊരു പടമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ധ്യാൻ ശ്രീനിവാസനാണ് ഇതിൻ്റെ നായകൻ. ഞാനായിട്ടൊരു അടുത്ത സുഹൃത്തു കൂടിയാണ്. ഒരുപാട് എന്താ പറയുക രസിച്ച് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു ചിത്രമാണ്. ഇറ്റ്സ് എ ഫീൽ ഗുഡ് സിമ്പിൾ ഫാമിലി എൻ്റർടൈനർ. I hope all of you will love it. So please go give it a watch. Thank you so much for having me over. ഇനിയും ഒരുപാട് ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മഹാരാജാസ് കോളേജിൽ വരാൻ എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. പശ്ചാത്തലം എല്ലാവർക്കും ബൈക്ക് ഇഷ്ടമല്ലേ? ബൈക്ക് ഇഷ്ടമല്ലാത്ത ആരുണ്ടോ? ബുള്ളറ്റ് ഇഷ്ടമല്ലേ? ബുള്ളറ്റിനെ പ്രണയിക്കുന്നവരാരുണ്ടോ? ബുള്ളറ്റിനെ പ്രണയിക്കുന്ന രാജു ജോസഫ് എന്ന കണ്ണൂരിലെ ഹൈറേഞ്ചിൽ താമസിക്കുന്ന ഒരു ബൈക്ക് മെക്കാനിക്കിന്റെ സ്റ്റോറിയാണ് ബുള്ളറ്റ് ഡയറീസ്. ബൈക്കിനോട് പാഷനും അതേപോലെ ഇമോഷനും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്, നമ്മുടെ ജീവനെ, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ലൈഫ് കൊണ്ട് പോകുന്ന ഒരു ബൈക്കിനെ എങ്ങനെയാണ്
ഒരു പയ്യൻ പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം. അതുപോലെ തന്നെ ഈ സിനിമയിൽ രാജു ജോസഫിനെ പ്രണയിക്കുന്ന ലിൻഡ ലൂക്കോസ് എന്ന ഗ്രാമീണ പെൺകുട്ടി, അവിടെ ഒരു കോഓപ്പറേറ്റീവ് ആശുപത്രിയിലെ നേഴ്സായിട്ടുള്ള ലിൻഡ ലൂക്കോസ്, അത് പ്രയാഗ മാർട്ടിനാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അഭിനയിച്ചുകൊണ്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് നാളെ തിയേറ്ററിൽ കാണാം. അപ്പോൾ ബുള്ളറ്റ് ഡയറീസ് എല്ലാവരും നാളെ പോയി കാണില്ലേ? എല്ലാവരും പോയി കാണണം, തിയേറ്ററിൽ പോയി കാണണം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയാണ്. എനിക്കത് ഉറപ്പ് തരാൻ പറ്റും. നിങ്ങൾക്ക് കണ്ണ് നനയാതെ ആ സിനിമ കണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. വളരെ വ്യത്യസ്തമായിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല, ഈ ഒരു കഥ പശ്ചാത്തലം ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വർത്തായിരിക്കും. നിങ്ങൾ ആ സിനിമ പോയി കാണണം. നിങ്ങൾ ബുള്ളറ്റ് ഡയറീസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ബൈക്കിനെ, അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കുന്ന കാറായാലും ബൈക്കായാലും എന്തായാലും അതിനെ എങ്ങനെയാണ് പ്രണയിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് വി ഹാവ് എ ഡാൻസ് ക്ലബ് കൺവീനർ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വരൂ, ചോദിക്കൂ. ഇപ്പം മേക്ക് ഓവർ ഉണ്ടായ ഇൻസ്പിറേഷൻ എന്നാണ്, പിന്നെ ഇപ്പം ഇതായിട്ട് കുറേ ട്രോൾസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പം അതിനെന്താണ് അത് പറയാനുള്ളത്? മേക്ക് ഓവറിൻ്റെ ഇൻസ്പിറേഷൻ കൂടി എന്താണ്? മേക്കോവറിന് ഇൻസ്പിറേഷനൊന്നുമില്ല. ഞാൻ കുറച്ച് നാളത്തേക്ക് സിനിമ ചെയ്തില്ലായിരുന്നു. അപ്പം നമുക്ക് ഇത് കരിയറാണ്. ആസ് എൻ ആക്ടർ ദിസ് ഇസ് മൈ കരിയർ. അല്ലാതെ എനിക്ക് പേഴ്സണൽ ലൈഫുണ്ട്. അത്രയൊക്കെയാണ് പറയുന്നത്. എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ എന്താണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് എല്ലാവർക്കും വിവരിക്കേണ്ട ഒരു ആവശ്യകത ഇല്ലെന്ന് തോന്നുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കോളേജ് വിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ജോലിയും തിരക്കും ജോലി കാര്യങ്ങളൊക്കെ മാത്രമായിട്ടുള്ളൊരു ലോകത്തേക്ക് നിങ്ങൾ പോകും. അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് ഒരു പേഴ്സണൽ ലൈഫ് എല്ലാവരും അതിന് സമയം കണ്ടെത്തണം. സൗഹൃദങ്ങളും എന്താ പറയുക, ട്രാവലും എക്സ്പീരിയൻസസും എല്ലാം കൂടി ചേർന്നതാണ് ജീവിതം. കരിയർ കൊണ്ട് മാത്രം നമുക്ക് എന്താ പറയുക ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് അർത്ഥമില്ല. എല്ലാ ഘടകങ്ങളും വേണം, നല്ല എല്ലാ ചേരുവകളും വേണം, നല്ല ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ ജീവിതത്തിൻ്റെ ഒരു എന്താ റിഫ്ലക്ഷനാണ് ഇപ്പോൾ സിനിമ. അപ്പം അതിലും കൂടി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഭയങ്കര ഹൈപ്പാണല്ലോ ജോത്സ്യന്. ജോത്സ്യന് ചോദ്യം ചോദിക്കാൻ തന്നെയാണോ വന്നത്? ഇടിക്കാൻ ഹലോ സാർ, ഹലോ ഹലോ ഹലോ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം തന്നെ, എനിക്കിത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല, അങ്ങനെ ചോദിക്കണം. ഇപ്പൊ സാറിന് പറയുന്നത് ഗ്രാമീണ പെൺകുട്ടി ഈ ഗ്രാമീണ പെൺകുട്ടി നഗരത്തിലെ പെൺകുട്ടി തമ്മിൽ ഭയങ്കര വ്യത്യാസപ്പെട്ടാണ് ഇപ്പൊ പറയുന്നത്. ഈ ഗ്രാമത്തിലെ പെൺകുട്ടിയുടെ പേര് ലിൻഡ എന്നല്ലേ? ലിൻഡ. അപ്പൊ ഇപ്പൊ ഈ സിനിമാക്കാർ തന്നെ ഇങ്ങനെ ഗ്രാമത്തിലെ പെൺകുട്ടിയെന്നും നഗരത്തിലെ പെൺകുട്ടിയെന്നും പറഞ്ഞ് ഇങ്ങനെ വ്യത്യസ്ത കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊക്കെ അല്ലേ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരേണ്ട പെൺകുട്ടികളെ. സിനിമയിൽ നമുക്കൊരു ഗ്രാമീണ പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്, താവളയൊക്കെ പാവളൊക്കെ കാണിച്ചാൽ മതിയാണ്. പക്ഷെ ഒരു സ്റ്റേജിൽ പറയുമ്പോൾ അത് ആ ഒരു പശ്ചാത്തലം ആണ് ഞാൻ പറഞ്ഞത്. ഗ്രാമം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഗ്രാമം ഒരു അസഭ്യമായ വാക്കാണ്. ഗ്രാമത്തിലെ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഉപയോഗമാണ്. പിന്നെ മാത്രമല്ല, ഗ്രാമപ്രദേശം ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. ഇടയ്ക്ക് എൻ്റെ അമ്മയുടെ വീട് പാലക്കാടാണ്. അപ്പൊ കൊച്ചിയിൽ ജനിച്ച് വളർന്ന ആളായതുകൊണ്ട് എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഒരു മാസം സ്പെൻഡ് ചെയ്യാനായിട്ട് പാലക്കാട് ഞാൻ പോകും. ഇപ്പോഴും ഗ്രാമത്തിന്റെ ഭംഗി കാത്തു സൂക്ഷിക്കുന്ന എന്താ ഇടങ്ങൾ വളരെ കുറവാണ്. എല്ലാം ഇപ്പൊ പറഞ്ഞാൽ urbanization ഭാഗമായിട്ട് വന്ന ഗ്രാമങ്ങളൊക്കെ എവിടെയാണെന്നല്ലേ. അപ്പം സിനിമാക്കാരെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഇങ്ങനെ അല്ല, ഗ്രാമവും നഗരവും യാഥാർത്ഥ്യമാണ്. ഗ്രാമവും നഗരവും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ജീവിക്കുന്ന ഈ സിനിമ ഷൂട്ട് ചെയ്തത് ആലക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആലക്കോട് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അത് ശരിക്കും ഒരു ഗ്രാമപ്രദേശം തന്നെയാണ്. പക്ഷേ
സോ